ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ടേസ്റ്റി മുട്ടക്കറിയാണ്. തേങ്ങ ചേർക്കാതെ എങ്ങനെ നല്ല കട്ടിയിൽ തിക്കായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ആപ്പത്തിൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ നൂൽപുട്ടിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ മുട്ട കുറച്ച് വെള്ളത്തിൽ കുറച്ച് ലേശം ഉപ്പിട്ടും കൊണ്ട് നന്നായി വേവിച്ചെടുക്കുക. പിന്നെ നമുക്കതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ വലിയുള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ, അതാണ് ടേസ്റ്റ് കൂടെ. വലിയുള്ളി, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ഇഞ്ചി, 2 ഏലക്ക, പട്ട, ഗ്രാമ്പു, തക്കാളി. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇഞ്ചിയും പിന്നെ കറിവേപ്പില വേണം കേട്ടോ, കറിവേപ്പിലയും. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് പൊടി മസാല ഐറ്റങ്ങൾ പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ 1 ടീസ്പൂണാണ്. പിന്നെ ഇത്രയും സാധനമാണ് വേണ്ടത്. പിന്നെ ഞാനത് മുട്ട നന്നായി വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്, മുട്ടയും കറിവേപ്പിലയും. അത് ഞാൻ ഈ 2 മുട്ടയുള്ളത് കൊണ്ട് നന്നായി ചേർക്കുന്നില്ല, അത് കുഞ്ഞു പീസായിട്ടാണ് ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതാ ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. വലിയുള്ളി ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ടേസ്റ്റ് കൂടാൻ ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ സവാള ഉള്ളത് കൊണ്ട് ചെറിയ ഉള്ളി ഇല്ല, അപ്പോൾ സവാളയാണ് ഉള്ളത്, വലിയുള്ളിയാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ അതെടുത്തു എന്നേ ഉള്ളൂ. ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഉള്ളിയൊക്കെ ഒന്ന് വതങ്ങണ വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളിയും ഉള്ളിയും കൂടി നന്നായി വഴറ്റിയെടുക്കുക. അതേപോലെ ഇഞ്ചി, പിന്നെ അടുത്ത് ചേർക്കേണ്ട ഏലക്കായ്, പട്ട, ഗ്രാമ്പു, വെളുത്തുള്ളി. അപ്പോൾ ഇതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് കളറൊന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് നന്നായി വതങ്ങി കിട്ടണ വരെ നമുക്ക് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായി വതങ്ങി കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മുളക് പൊടി എടുത്തത് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ എടുത്തു. നമ്മൾ തേങ്ങ ചേർക്കുന്നില്ലല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി ലേശം 1/4 ടീസ്പൂണോളം സ്പൂണോളം ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്നായി വതക്കിയ ശേഷം മുട്ടയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആറിയ ശേഷം നമുക്ക് ഈ വതക്കി വെച്ചത് മിക്സി ജാറിൽ ഇട്ട് അരച്ചിട്ട് വരണം. ഇത് അരച്ച് വന്ന ശേഷം ഞാനത് ആ ചട്ടിയിൽ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയൊന്നും ഞാൻ ഒഴിച്ചു കൊടുത്തില്ല. മിക്സിയിൽ നന്നായി അരച്ചെടുത്ത ശേഷം ആ ചീഞ്ചട്ടിയിൽ തന്നെ നമ്മൾ പാത്രത്തിൽ തന്നെ ആ അരച്ച ഗ്രേവി നമ്മൾ അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ലേശം നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, ചാറ് ഗ്രേവി എത്രയാണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ലേശം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കാരണം 2 മുട്ട തന്നെ ഉള്ളൂ. അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നന്നായി നമ്മൾ വതക്കിയ ശേഷം ചൂടാറിയിട്ട് മിക്സിയിൽ നന്നായി അടിക്കുമ്പോൾ തന്നെ അടിച്ച് നമ്മൾ ഇതിലോട്ട് ഒഴിക്കുമ്പോൾ തന്നെ നല്ല കട്ടി ഉണ്ടാവും കേട്ടോ. ചാറൊക്കെ നല്ല തിക്കായിരിക്കും, ഗ്രേവിയൊക്കെ. അപ്പം ലേശം ഞാൻ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ലേശം ഉപ്പും ഞാൻ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുകയാണ് കേട്ടോ. ഇളക്കിയ ശേഷം നമുക്ക് നന്നായി തിളച്ച ശേഷം നമുക്ക് മുട്ട ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒന്നിട്ട് കൊടുത്താൽ 4 ആളും കൂടി പിണങ്ങും. അപ്പോൾ നമ്മൾ 2 ഇട്ടിട്ടും കാര്യമില്ല. അപ്പോൾ പിന്നെ ഇതാവുമ്പോൾ ആൾ വീതം 2 എടുത്താലും കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മുട്ടയിട്ട് മുറിച്ചത്. അങ്ങനെ മുട്ടയൊക്കെ ഇട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുക, ലോ ആക്കിയിട്ട് ഒന്ന് സിമ്മാക്കിയിട്ട് കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വിതറി കൊടുത്തിട്ട് കുറച്ച് ഗ്യാസ് കമ്മിയാക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഹൈ ഫ്ലെയിം ആക്കരുത് കേട്ടോ, മുട്ടയൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മൾ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ടിപ്പ് ചേർത്തണമെങ്കിൽ ചേർത്താം. ലേശം ഒരു നുള്ള് പഞ്ചസാര വേണമെങ്കിൽ നമുക്ക് ഈ ടൈം ചേർക്കാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രമാണ്, ഓപ്ഷനിലാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം കുറച്ച് വെളിച്ചെണ്ണ മേലെ തൂകിക്കൊടുക്കുക. ലേശം മതി, 1 സ്പൂണോളം വെളിച്ചെണ്ണ തൂകിക്കൊടുത്തിട്ട് 2 സെക്കൻഡ് അങ്ങനെയും വെക്കുക കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലിൻ്റെയും മസാലൻ്റെയൊക്കെ എല്ലാവിടെയും പിടിച്ച ശേഷം 2 സെക്കൻഡ് ഒന്ന് വെച്ചാൽ മതി. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. നമ്മുടെ അപ്പോൾ അവിടെ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്.
നല്ല മണം വരുന്നുണ്ട്, അതേപോലെ നല്ല തിക്കുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ബായ്, നമുക്കിനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കില്ലേ, ഒന്ന് ട്രൈ ചെയ്യണേ. അത്ര എമാതിരി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ബായ്.